ഇങ്ങനെ ഒന്നുമില്ലാത്തൊരാളുടെ തൊട്ടടുത്ത് നിന്ന് ആകാശങ്ങളിലേക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി മിഴികളുയർത്തി പ്രാർത്ഥിച്ച് ആ കരുണയിൽ നിന്ന് ഇവന് വേണ്ടി അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുന്ന നന്മയുടെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശുദ്ധ കൊൺറാഡിനെയാണ് ഓർക്കണ്ടേ. ഒന്നും കയ്യിലില്ലാത്തൊരു തുണ സഹോദരൻ കപ്പുച്ചിനാണ്. കപ്പുച്ചിൻ വൈദികരുടെ കൂടെ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു തുണ സഹോദരൻ. പലപ്പോഴും ഇങ്ങനെ തിരക്ക് മൂലം അച്ഛന്മാരെയൊക്കെ കാണാൻ പറ്റാതെ വരുന്ന ചില മനുഷ്യർ ഇറങ്ങിപ്പോരുമ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തു പറ്റി? കാര്യം പറയും. ഒറ്റാളുടെ പ്രയാസം കേൾക്കുള്ളൂ. കണ്ണീരടക്കാൻ പറ്റാതെ മുറിയിലേക്ക് ഓടിപ്പോകും. അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് നോക്കിയാല് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന പള്ളിയാണ്. അങ്ങോട്ട് നോക്കി നീണ്ട കരച്ചില. ഇറങ്ങി വരും. അടുത്ത ആള് വന്നിട്ടുണ്ട്. എന്തു പറ്റി? ഇന്നതാണ് കാര്യം. അടുത്ത സങ്കടവുമായിട്ട് പിന്നെയും പോകും. കയ്യിലൊന്നുമില്ല. പക്ഷേ കേൾക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഇയാളുടെ ചെവികളിൽ വന്ന് പതിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഇയാളുടെ മിഴിനീര് ഓരോ കണ്ണീർ കണങ്ങൾക്കും സ്വർഗം ഇങ്ങനെ ഉത്തരം കൊടുക്കുന്നത് കാണുന്നത്. ആരാണോ ഈ പ്രയാസം എന്ന് പറയുന്നത്, പിറ്റേ ദിവസം അയാൾക്ക് അതിൻ്റെ അനുഭവം കിട്ടുന്നത്. കയ്യിലൊന്നുമില്ല, പക്ഷേ മുട്ടുമ്മ നിന്ന് കരങ്ങൾ വിരിച്ച് കണ്ണീരൊഴുക്കി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുന്നതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാത്തതുണ്ട്. അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ആലോചിച്ച് നോക്കി. കുഞ്ഞുനാളിലെങ്ങോ കർത്താവേ അപ്പൻ പാപ്പം കൊണ്ടുവരാനായിട്ട് ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച നമ്മളാ. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയണില്ല. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് തുടങ്ങണ്ടേ? ഇന്ന് മുതൽ, അതാ ഇപ്പോ ഈ നിമിഷം മുതൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരൊന്നും ഷെയർ ചെയ്യണത് പോലും ഇല്ല. ഇവരെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവർ കൈവിട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആരുടെ മുൻപിലാണ് ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടുകൂടെ കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നത്, അനുഗ്രഹം ലഭിച്ചിരിക്കും. ശക്തമാണ് പ്രാർത്ഥന. അത്രയ്ക്ക് പവർഫുൾ, അത്രയ്ക്ക് പവർഫുൾ.